എങ്ങനെയൊക്കെയാണ് ഫേസ്ബുക്കിൽ പൈസ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വഴിക്കാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ ഫേസ്ബുക്കിൽ നിന്ന് എത്ര കിട്ടും, എങ്ങനെ കിട്ടും എന്നൊക്കെ ഉള്ളതും എപ്പോൾ കിട്ടും എന്നുള്ളതും ഭയങ്കര സംശയങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സത്യമായിട്ട് ഇതിനകത്ത് പൈസ കിട്ടുമോ? ഉറപ്പായിട്ടും പൈസ കിട്ടും. ഒരുപാട് കിട്ടുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരുന്നത് ഒരു 9,500 അല്ലെങ്കിൽ ഒരു 10,000 രൂപയായിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ $100 ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി വരും. ഇനി നിങ്ങൾ പേപ്പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ $25, ഏകദേശം ഒരു 2,500-3,000 രൂപയ്ക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരും. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് വരുന്നത്. പ്ലസ് 2.5 ലക്ഷം 3 ലക്ഷം വെച്ച് 3 മാസം ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നവരും ഉണ്ട്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇത് എപ്പോൾ വരും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന് വരുന്നത്? ജൂൺ 1 തൊട്ട് ജൂൺ 30 വരെയുള്ള ആ ഒരു ഫേസ്ബുക്ക് എമൗണ്ട് ജൂലൈ 21, 22, 23 തീയതികളിലാണ് ഇത് പ്രോസസ്സാകുന്നത്. വയർ ട്രാൻസ്ഫർ ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 7 to 8 ദിവസവും, ഇനി ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പേപ്പാലൊക്കെ ആണെങ്കിൽ 1, 2, 3 ദിവസത്തിനുള്ളിലൊക്കെ ഇത് ക്രെഡിറ്റ് ആകുന്നതാണ്. ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ ഒരു പോസ്റ്റ് ഒരു 5-6 ദിവസം മുമ്പ് ഞാൻ ഇട്ടായിരുന്നു. ആദ്യത്തെ 1-2 ദിവസമൊക്കെ ഞാൻ കവറപ്പ് ചെയ്തു. ഒരു 100-150 മെസ്സേജസ് ഒക്കെ എനിക്ക് വന്നു. ഞാൻ ഇരുന്ന് റിപ്ലൈ കൊടുത്തു. ഫ്രീ ടൈമിലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇരുന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. കുറേ പേർക്ക് ഹെൽപ്ഫുള്ളായി. കഴിഞ്ഞ 3 വർഷമായിട്ട് പെൻഡിങ് ആയിട്ട് കിടന്ന എമൗണ്ട് വരെ അവർക്ക് കിട്ടിയായിരുന്നു. ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു മിനിഞ്ഞാന്ന് തൊട്ട് വ്യാഴാഴ്ച ഒരു ഉച്ച കഴിഞ്ഞ് തൊട്ട് എനിക്ക് വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ഒരു 200-250 മെസ്സേജസ് വരുന്നുണ്ട്. എങ്ങനെ റിപ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്കൊരു കൺഫ്യൂഷനാണ്. കാരണം പറ്റുന്ന സമയത്തൊക്കെയാണ് നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരുന്നത്. ഈ ഒരു കൊച്ചു പ്രൊഫൈലായിരുന്നു. അപ്പം അത്രയും സുഹൃത്തുക്കളെ ഉള്ളതാണ്. അപ്പം അതിലേക്ക് എത്തട്ടെ എന്ന് വിചാരിച്ച് ആണ് ഞാൻ ഒരു ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ്റെ ഒരു പോസ്റ്റ് ഇടുന്നത് തന്നെ. ഇട്ട് കഴിഞ്ഞപ്പം തൊട്ടാണ് എനിക്ക് മെസ്സേജസ് വരാൻ തുടങ്ങുന്നത്. ഒരു കയ്യും കണക്കും ഇല്ലാത്ത രീതിയിൽ എന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥയിലാണ് എനിക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചത് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനകത്ത് പൈസ കിട്ടുന്നത് എന്നുള്ള നിലയിലായിരുന്നു. ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ് എന്ന നിലയിൽ പറഞ്ഞു തരാം. ഫേസ്ബുക്കിൽ പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ വഴിക്കാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇടുന്ന ഫോട്ടോസ്. നിങ്ങളിപ്പോൾ സാധാരണ ഫേസ്ബുക്കിൽ നോർമലി ഫോട്ടോസ് എടുത്തില്ലേ, നിങ്ങളുടെ ഫോട്ടോ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും എന്താ പറയുക യാത്രയുടെ കാഴ്ചകളുടെ ഒക്കെ ഫോട്ടോസ് ആണെങ്കിൽ പോലും അതിന് പൈസ കിട്ടും. 2, വീഡിയോസ്. നിങ്ങളിടുന്ന ലോങ് വീഡിയോസിന് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും. പിന്നെ ഉള്ളത് റീൽസ്, മൂന്നാമത്തെ കാര്യം. ഡയലോഗ് എടുത്ത് ഇടുന്ന റീൽസിന് പോലും എമൗണ്ട് കിട്ടും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. നിങ്ങൾ എഴുതിയിടില്ലേ, കുറിപ്പുകളൊക്കെ എഴുതിയിടൂലേ, അതിന് പൈസ കിട്ടും. ഒന്നും വേണ്ട, നിങ്ങൾ സ്റ്റോറി ഇടൂലേ ഫേസ്ബുക്കിൽ, ലൈക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും പോലും അത് റിഫ്ലക്ട് ചെയ്ത് ഫേസ്ബുക്കിൽ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിന് പൈസ കിട്ടും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമാണ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. കോണ്ടന്റ് മോണിറ്റൈസേഷന് പുറമെ സ്റ്റാർസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർസ് എന്ന് പറയുന്നത് ഇതാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും ആദ്യം എലിജിബിളായി കിട്ടുന്നത്. നമ്മളിടുന്ന വീഡിയോസ്, അതായത് ഷോർട്ട് വീഡിയോസ്, റീൽസ് കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഒരു പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർസ് എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ചെയ്യുമ്പം അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വീഡിയോയ്ക്കകത്ത് ഗിഫ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഗിഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് സ്റ്റാർസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവുകയും അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നുള്ളതാണ് പൈസ പോകുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഓൾറെഡി നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അന്ന് പൈസ പോകും. 10 രൂപയോ 100, 200 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അയക്കാം. അതായത് നിങ്ങൾക്ക് എനിക്ക് അയക്കാം എന്നുള്ള നിലയിലാണ് സ്റ്റാർസ് വരുന്നത്. രണ്ടാമത് പാർട്ട്ണർഷിപ്പ് ആഡ്സ്. അതും എലിജിബിൾ ആയിരിക്കും ഒരുവിധം എല്ലാവർക്കും. പാർട്ട്ണർഷിപ്പ് ആഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്യാം. അതായത് ഓരോരോ കമ്പനികളുടെ പരസ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇടാം. ബ്രാൻഡുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങാം. അത് ഫേസ്ബുക്ക് നിങ്ങൾക്ക് അപ്രൂവൽ തന്നിരിക്കുന്നു എന്നാണ്. അതാണ് പാർട്ട്ണർഷിപ്പ് ആഡ്സ്. മൂന്നാമത്തെ കാര്യം സബ്സ്ക്രിപ്ഷൻസ്. നമ്മൾ നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻ എടുക്കൂലേ, ആമസോൺ സബ്സ്ക്രിപ്ഷൻ എടുക്കൂലേ, സിനിമകളെല്ലാം കാണാൻ വേണ്ടി, സെയിം സംഭവം. നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ ആ ഒരു പ്രൊഫൈല് ഞാനൊരാൾ കാണുന്നു, നിങ്ങൾ കുറേ യാത്രാ വീഡിയോസ് ചെയ്യുന്നു. അപ്പം ഇതിനകത്ത് ചില വീഡിയോസിനകത്ത് നിങ്ങൾ ലൊക്കേഷൻ പറയുന്നില്ല, ലൊക്കേഷൻ പറഞ്ഞു തരാനും കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കൊടുക്കുന്നു എന്നാണെങ്കിൽ ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷന് നിങ്ങൾ ഇട്ടേക്കുന്ന വില എന്ന് പറയുന്നത് 100 രൂപ, മാസത്തിൽ 100 രൂപ എന്നായിരിക്കും, അല്ലെങ്കിൽ മാസത്തിൽ 500 രൂപ എന്നായിരിക്കും, ചിലപ്പോൾ 2000 രൂപ എന്നായിരിക്കും. അത് എനിക്ക് ആ യാത്രയുടെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ 2000 കൊടുത്ത് ആ ഒരു സബ്സ്ക്രിപ്ഷൻ ഒരു മാസത്തേക്ക് എടുക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഇടുന്ന ഡീറ്റെയിൽസ് എനിക്കും കിട്ടുന്നു, ഞാനൊരു സബ്സ്ക്രൈബറായി എന്നാണ് അതിൻ്റെ. ഇത് മൂന്നും ഫേസ്ബുക്ക് തരുന്നതല്ല. ഫേസ്ബുക്ക് തരുന്നതാണ് കോണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്, വീഡിയോസ്, റീൽസ്, സ്റ്റോറീസ്, ഇതിനൊക്കെ തരുന്ന പൈസകൾ. ഈ കോണ്ടന്റ് മോണിറ്റൈസേഷൻ എത്രയും പെട്ടെന്നൊന്നും അങ്ങനെ അപ്ലൈ ആവുന്ന ഒരു കാര്യമല്ല. ആദ്യം ഈ പറഞ്ഞ 3 എണ്ണവും അപ്ലൈ ആയി നമുക്ക് എലിജിബിൾ ആയതിനു ശേഷമാണ് ഈ കോണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് എലിജിബിൾ ആകുന്നത്. നിലവിൽ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ഡീറ്റെയിൽസ്. എങ്ങനെയൊക്കെയാണ് പൈസ കിട്ടുന്നതെന്നും സ്റ്റാർസ്, പാർട്ട്ണർഷിപ്പ് ആർട്സ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് എന്നോട് ചോദിച്ചവരോടുള്ള റിപ്ലൈ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ടു. ഇപ്പോൾ പറഞ്ഞൊരു കാര്യം കുറേ പേരുടെ ഒരു സംശയമാണ്. 60-70 പേരുടെ മെസ്സേജ് എനിക്ക് വന്നേക്കുന്നത് എങ്ങനെയൊക്കെ പൈസ കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് ഇത് കൂട്ടിക്കണോ?